ഒക്കൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച CPR പ്രഥമ ശുശ്രൂഷകളുടെ പ്രായോഗിക പരിശീലനം പ്രയോജനപ്രദമായി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ പെരുമ്പാവൂർ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് CPR പ്രഥമ ശുശ്രൂഷകളുടെ പ്രായോഗിക പരിശീലനം നൽകിയത്. ഒക്കൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒക്കലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒക്കുന്ന സ്ഥലമാണ് ഒക്കൽ. കാരണം നമുക്ക് ഒക്കൽ ജംഗ്ഷൻ എടുത്തറിയാം, വിവിധ മസ്തരുടെ അമ്പലവും പള്ളിയൊക്കെ നമുക്കറിയാം. അതേപോലെ ഇവിടെ ജനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഒക്കൽ. എന്തൊരു പ്രത്യേകത, എന്തൊരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പോകുന്ന സ്ഥലമാണ് ഒക്കൽ. അവിടുത്തെ പൗരസമിതിയാണ്. ഈ 40 വർഷം പിന്നിടുമ്പോൾ ഒക്കൽ പൗരസമിതിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വർഗീസ് തെറ്റിനോടൊപ്പം ഇവിടെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുകയാണ്. പൗരസമിതി പ്രസിഡന്റ് ഒക്കൽ വർഗീസ് അധ്യക്ഷത വഹിച്ചു. അടുത്തിടെ താന്നിപ്പുഴയിൽ വെച്ച് സിനാജ് എന്ന കാർ യാത്രികന് ഹൃദയാഘാതമുണ്ടായപ്പോൾ ഒക്കലിലെ സന്നദ്ധ പ്രവർത്തകരും നഴ്സുമാരും ചേർന്ന CPR നൽകി രക്ഷാപ്രവർത്തനത്തിലൂടെ ജീവൻ തിരിച്ചുപിടിച്ച സംഭവമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ പൗരസമിതിക്ക് പ്രചോദനമായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ KM ഇബ്രാഹിം, KJ ജേക്കബ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഏതാണ് സേവനമനുഷ്ഠിക്കുന്ന ഒരു കൂട്ടം സേനാംഗങ്ങളാണ് ഈ ഫയർഫോഴ്സുകാര്. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട ഒരു നമ്പർ ഉണ്ട്. എത്രയാണ് ആ നമ്പർ? സാർ തന്നെ പറഞ്ഞു 100, അതായത് 101 എന്ന് പറഞ്ഞു, 101 എന്ന് പറഞ്ഞു. ആ 100 എന്നുള്ള ഏതാണ് ആ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 3 അക്ക സംഖ്യ ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് 101 വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫയർഫോഴ്സിന്റെ സേവനം കിട്ടും. CPR എങ്ങനെ ഫലപ്രദമായി ചെയ്യാമെന്നും അപകടങ്ങളും ആപത്തുകളും വരുമ്പോൾ എങ്ങനെ പ്രഥമ ശുശ്രൂഷകൾ ചെയ്യാമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിവരിച്ചു നൽകി. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? CPR കൊടുക്കേണ്ടത്. ഇനി ഈ CPR കൊടുക്കുമ്പോൾ നമ്മൾ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓർക്കണം. ഏതാണ്? SA നോട്, അല്ലെങ്കിൽ ഏതാണ്? സൈനൽ ഏട്രിയൽ നോട്. SA നോട് നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ ഈ ഹൃദയം ഒന്ന് പൊളിച്ചോക്കാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. നമ്മൾ ഇമാജിൻ ചെയ്യണം. എങ്ങനെ ഇമാജിൻ ചെയ്യാം? ഇതാണ് സ്റ്റേണം അല്ലെങ്കിൽ മാറല്. ഈ മാറലിന്റെ മധ്യഭാഗത്തോടായിട്ട് നമ്മൾ ഒരു ലൈൻ ഇമാജിൻ ചെയ്യണം. അതുപോലെ തന്നെ നിപ്പിൾസിന്റെ മധ്യത്തോടെ ആയിട്ട് ഒരു ലൈനും ഇമാജിൻ ചെയ്യണം. ഈ 2 ലൈനും ഒന്നും കൂട്ടിമുട്ടുന്ന സ്ഥലം ഈ ടാജന്റ്. അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ കൈവെള്ള വെക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അതായത് കംപ്രഷൻ കൊടുക്കേണ്ടത്. CPR-നുള്ള കംപ്രഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? CPR സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ CPR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കംപ്രഷൻ കൊടുക്കണം. 1 മിനിറ്റിൽ 100 into 120, 100 മുതൽ 120 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? CPR കൊടുക്കണം. അല്ലെങ്കിൽ ഏതാണ് ഈ കംപ്രഷൻ നടത്തണം. അതായത് എന്ത് ചെയ്യുന്നു? 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 20 1 2 3 4 5 6 7 8 9 30. എത്ര വന്നു? 30 വന്നു. കൈമാറ്റാൻ പറ്റോ? കൈമാറ്റത് 30 വന്നു. ആ 30-ൽ 2 പ്രാവശ്യം മൗത്ത് ടു മൗത്ത് ആയിരിക്കണം. അതായത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. മൗത്ത് ടു മൗത്ത്. എങ്ങനെയാണ്? മൂക്കടച്ചു വെക്കുന്നു. ഏതാണ്? വായ് തുറക്കുന്നു. വായിലൂടെ ശക്തമായി 2 പ്രാവശ്യം നമ്മൾ ഊതുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചിന്നുയർത്തണം, വായ് തുറക്കണം. നാക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാക്ക് യഥാസ്ഥാനത്തേക്ക് പിടിച്ചിടണമെന്ന് പറഞ്ഞത്. നമ്മൾ ചെല്ലുന്ന ആ എയർ നമ്മൾ ഏതാണ്? ഈ നാക്ക് ഇവിടെ കിടന്നാൽ എവിടേക്ക് പോവുകയില്ല. അതായത് ശ്വാസകോശത്തിലേക്ക് എത്താതെ വരും. അതുകൊണ്ടാണ് നാക്ക് പിടിച്ചിടണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 പ്രാവശ്യം മൗത്ത് ടു മൗത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ CPR കൊടുക്കണം. വീണ്ടും നമ്മൾ കംപ്രഷൻ കൊടുക്കണം. എവിടെ വരെയാണ്? ഡോക്ടറിന്റെ കടകളിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? CPR കൊടുക്കണം. നമുക്ക് സഹായമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അയാളുടെ പേര് എന്ത് പറയണം? 108 വിളിച്ചോളണം, ആംബുലൻസ് വിളിച്ചോളണം, 108 വിളിച്ചോളണം. 108 കയറ്റിയാലും ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ CPR കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ CPR കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ ജീവൻ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യണം. തീപ്പൊള്ളലേറ്റാലും വെള്ളത്തിൽ പോയാലും എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകാമെന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെയായിരുന്നു പരിശീലനം.
താന്നിപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത നഴ്സുമാരെയും സന്നദ്ധ പ്രവർത്തകരെയും ഈ സംഭവം പത്രവാർത്തയിലൂടെ പുറം ലോകത്തെ അറിയിച്ച മാധ്യമപ്രവർത്തകൻ VT കൃഷ്ണകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PJ തങ്കച്ചൻ, പൗരസമിതി ജനറൽ സെക്രട്ടറി വർഗീസ് തെറ്റയിൽ, പഞ്ചായത്ത് മെമ്പർ TP ഷിബു, കവയിത്രി ബാല അങ്കാരത്ത്, അഡ്വക്കേറ്റ് അമൽരാജ്, വാസവൻ ആയിരം, TT സാജു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.